Good afternoon, children. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സോളാർ സിസ്റ്റം വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തുകൊണ്ടാണ് അതിനെ സോളാർ സിസ്റ്റം, വൈ ഇറ്റ് ഈസ് കോൾഡ് സോളാർ സിസ്റ്റം വി ഹാവ് ലേൺഡ് ആൻഡ് വി ലേൺഡ് അബൌട്ട് ദ names of the planets, അല്ലേ? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, isn't it? And we know the center of our which is our star, main star at the center, yes, the sun. And we have learned the closest planet is Mercury, farthest is Neptune, and the only planet where creatures living on is Earth. സോ ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത്രയും പ്ലാനറ്റ്സിൻ്റെ പേര് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ ചിൽഡ്രൻ, സോ ആൻ ഈസി വേ ടു മെമ്മറൈസ് ദ നെയിം ഓഫ് ദ പ്ലാനറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. അപ്പോൾ എങ്ങനെയാണ് അവർ, നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഓർഡർ, സൂര്യനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാനറ്റ്സിനെ ഓർഡർ വെച്ചിരിക്കുന്നത്, ഓർഡർ പ്രകാരം പറയണത് അല്ലേ? അപ്പോൾ എങ്ങനെ അത് നമുക്ക് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നട്ട്സ്. അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കൂ. മൈ, എം, ദാറ്റ് ഈസ് എം ഫോർ മെർക്കുറി. വെരി, വി ഫോർ വീനസ്. എഫിഷ്യൻറ്റ്, ഇ ഫോർ എർത്ത്. Mother, M for Mars. Just, J for Jupiter. Served, S for Saturn. Us, U for Uranus. Nuts, N for Neptune. So that is an easy way to remember the name of the planets in order. Okay. Now next, as I told you, this all the 8 planets of the solar system is moving around the sun in fixed path. Do you know that path is called as orbits? What is it? Orbit. So what is an orbit? All the 8 planets of the solar system move around the sun in fixed paths. These paths are elongated. They are called orbits. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരു പോയിന്റ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നിങ്ങളോട് നടക്കാൻ പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ നടക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൂട്ടിമുട്ടും അല്ലേ? അതേപോലെ തന്നെയാണ് ഇവരുടെ പാർട്സ് കുറച്ച് എലോങ്ങേറ്റഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ അവർ ആ ഒരു ഷേപ്പിൽ തന്നെ റൗണ്ട് ചെയ്യണം, സണ്ണിൻ്റെ ചുറ്റും മൂവ് ചെയ്യണം. അതിനെയാണ്, ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് അവർ പ്ലാനറ്റ്, ദാറ്റ് ഈസ് ദ എർത്ത്, വെയർ വി ആർ ലിവിങ് അല്ലേ? ദ എർത്ത് ഈസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. ഇൻ സൈസ് ഇറ്റ് ഈസ് ദ 5th largest planet. It is flattened at the poles. Its shape is described as a geoid. Geoid means an earth-like shape. അപ്പോൾ നമ്മുടെ ഭൂമിയെ പറ്റിയിട്ട്, നമ്മുടെ 3ാമത്തെ പ്ലാനറ്റാണ് ക്ലോസസ്റ്റ് ടു ദ സൺ. സൂര്യൻ്റെ നിന്ന് 3ാമത്തെ പ്ലാനറ്റാണ് നമ്മുടെ. ഓക്കെ, സൈസ് വെച്ച് നോക്കുകയാണെങ്കിലോ അത് 5ാമത്തെ ലാർജസ്റ്റ് പ്ലാനറ്റാണ്. പിന്നെ ഏർത്തിൻ്റെ പോൾസിൻ്റെ അവിടെ കുറച്ച് ഫ്ലാറ്റൻഡ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ഷേപ്പിന് എന്താ ഒരു പേര് കൊടുത്തിരിക്കുന്നത്? ജിയോയിഡ് എന്ന്. ദാറ്റ് മീൻസ് an earth like shape. So can anybody say why we are saying that earth is a unique planet? Why you want to, has anybody can think why our earth is a unique planet? Yes, because only in earth have the favorable conditions to support life. നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങൾ. ഓക്കെ, ഫേവറബിൾ കണ്ടീഷൻസ് ടു സപ്പോർട്ട് ലൈഫ്. ക്യാൻ യു ടെൽ മീ വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ്? യെസ്, വി നീഡ് വാട്ടർ, എയർ അല്ലേ, ഫോർ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ അല്ലേ? പിന്നെ എന്ത് വേണം? ക്ലൈമറ്റ് എങ്ങനെയാവണം? നല്ലോണം ഹോട്ടാവാൻ പാടുമോ? നല്ലോണം കോൾഡാവാൻ, തണുത്തിരുന്നാലോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സോ
എന്തായിരിക്കണം, അധികം ചൂടും പാടില്ല, അധികം തണുപ്പ് ആവാത്ത ഒരു മീഡിയം ക്ലൈമറ്റ് ആയിരിക്കണം അല്ലേ. പിന്നെ എല്ലാത്തിലും ഉപരി എന്താവണം, നമ്മുടെ ലൈഫ് സപ്പോർട്ടിങ് ഗ്യാസ് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? യെസ്, ഓക്സിജൻ അല്ലേ. ഓക്സിജനും അത്യാവശ്യമാണ്. സോ we can see the notes. Listen to our notes. A unique planet is Earth. That is conditions favorable to support life. So what are they? It is neither too hot nor cold. The second point is it has water and air which are very essential for our survival. Now the third point is the air has life supporting gases like oxygen. So with all these points you should know that our Earth is a unique planet. ഇപ്പോൾ മനസ്സിലായോ? മറ്റുള്ള പ്ലാനറ്റ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു യുണീക്ക് പ്ലാനറ്റാണ് നമ്മുടെ എർത്ത്. ഓക്കെ, നൗ നെക്സ്റ്റ് കംസ് അവർ വൺ ആൻഡ് ഓൺലി സാറ്റലൈറ്റ് അല്ലേ. എന്താ അത്? ദ മൂൺ. നമ്മളിവിടുന്ന് മൂണിനെ കാണുമ്പോൾ എന്തൊക്കെയാണ് പല ഷേപ്സിലും കാണാം അല്ലേ. ചില ദിവസം അത് ചെറിയതായിരിക്കും, ചില ദിവസം അത് വലിയ ഫുൾ റൗണ്ടായിട്ടായിരിക്കും, ചില ദിവസം എങ്ങനെയായിരിക്കും ഹാഫേ കാണുള്ളൂ, ചില ദിവസം എന്താവും ക്വാർട്ടറേ കാണുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. സോ ഇനി അടുത്തത് നമ്മുടെ ഭൂമിയുടെ ആകെയുള്ള ഒരു സാറ്റലൈറ്റാണ് മൂണ് എന്നാണ് പറയണത്. ഓക്കെ, so that means our Earth has only one satellite, that is moon. അതിൻ്റെ ഡയാമീറ്റർ എങ്ങനെ അറിയോ? ഇറ്റ്സ് ഡയാമീറ്റർ ഈസ് ഓൺലി 1/4 ദാറ്റ് ഓഫ് എർത്ത്. എർത്തിൻ്റെ നിന്ന് 1/4 ഈ മൂണിൻ്റെ ഡയാമീറ്റർ എന്ന് പറയണത്. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മൂൺ ഇത്ര വലുതായി കാണണമെന്നറിയോ? ഇറ്റ് അപ്പിയേഴ്സ് സോ ബിഗ് ബിക്കോസ് ഇറ്റ് ഈസ് നിയറസ്റ്റ് ടു അവർ പ്ലാനറ്റ്. നമ്മുടെ ഭൂമിയുടെ അടുത്താണ്, അതുകൊണ്ടാണ് നമുക്കത് വലുതായി കാണുന്നതെന്ന്. അണ്ടർസ്റ്റാൻഡ്? ഇറ്റ് മൂവ്സ് അറൗണ്ട് ദ എർത്ത് ഇൻ അബൌട്ട് 27 days. മനസ്സിലായോ? നമ്മുടെ ഭൂമി ചുറ്റി വരാൻ അതിന് എത്ര വേണം? 27 days വേണം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയോ? വി ആർ ഏബിൾ ടു സീ ഓൺലി വൺ സൈഡ് ഓഫ് ദ മൂൺ. ഇപ്പം മനസ്സിലായോ? അപ്പം അത് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ, അതിൻ്റെ മറ്റേ ഭാഗം എങ്ങനെയാണെന്നുള്ളത് കാണുന്നില്ല. ഓക്കെ, സോ അതാണ് ഇന്ന് നമ്മൾ പഠിക്കണത്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? എങ്ങനെ നമ്മൾ പ്ലാനറ്റ്സിൻ്റെ നെയിം ഓർഡറിൽ ഈസിയിൽ ഓർത്ത് വയ്ക്കാമെന്ന് പഠിച്ചു. ദെൻ വാട്ട് ഈസ് ഓർബിറ്റ് എന്ന് പഠിച്ചു. പിന്നെ വി ലേൺഡ് അബൌട്ട് അവർ എർത്ത് അല്ലേ. വാട്ട് ഈസ് ഇറ്റ് ഷേപ്പ് കോൾഡ് പഠിച്ചു. പിന്നെ എന്താണ് വൈ അവർ എർത്ത് ഈസ് എ യുണീക്ക് പ്ലാനറ്റ് എന്നുള്ളത് പഠിച്ചു. പിന്നെ മൂണും അല്ലേ. സോ ജസ്റ്റ് ലിസൺ ആൻഡ് ഗോ ത്രൂ ദ notes. Okay children, so hope you all have understood. So that's all for today. Thank you children.